സംഗീത നാടകങ്ങളിൽ പോലും തമിഴ് നാടകങ്ങളിലെ വർണ്ണമട്ട് ഉപയോഗിച്ചാണ്. അങ്ങനെ ചെയ്യുന്ന പതിവ് വിട്ടിട്ട് ദേവരാജനാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ചങ്ങമ്പുഴയുടെ കവിതകൾ പലതും എടുത്ത് അതിമനോഹരമായി എന്നല്ല, മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു രീതിയിൽ. ഇപ്പോൾ ഇന്ന് ഒരു സംഗീത സംവിധായകന് ഒരുപാട് റോൾ മോഡൽ എന്ന് പറയാൻ ധാരാളം ആളുകളുമുണ്ട്, അവരുടെ കവിതകളും സൃഷ്ടികളുമുണ്ട്. എന്നാൽ അന്നത്തെ രീതി അതല്ല. ഒന്നുമില്ലായ്മയിൽ ഒരു വാക്യൂമിൽ കുറച്ച് വായു കയറ്റുന്നത് പോലെയാണ് ഇതൊക്കെ സംഭവിച്ചത്. ദേവരാജനായാലും ശരി തന്നെ, ബാബുരാജായാലും രാഘവൻ മാഷായാലും അവരൊക്കെ തന്നെ. രാഘവൻ മാഷ് ഈ ആൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി കോഴിക്കോട് കേന്ദ്രത്തിന് വേണ്ടി എത്ര മനോഹരങ്ങളായ കവിതകൾ എടുത്തിട്ടാണ് പാട്ട് ആക്കിയിട്ടുള്ളത്. അതുപോലെ ദേവരാജൻ ഇതിങ്ങനെ പാട്ടാക്കി മാറ്റുന്നത് കണ്ടപ്പോൾ ഒരു ദിവസം ONV, ഞാൻ ആ ഇരുളിൽ നിന്നൊരു ഗാനം ഞാനതൊന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ പാടി കേൾപ്പിച്ചപ്പോൾ ഇതിനിങ്ങനെയും ഒരാവിഷ്കാര രൂപമോ എന്ന് നമുക്ക് ഒരത്ഭുതം, ഒരാഹ്ലാദം ഉണ്ടാകും.